സജിനി ഒരു കാര്യം മനസ്സിലാക്കുക. ആ കുട്ടി ഇവിടെ ആദ്യം വന്നത് കാര്യങ്ങൾ പറഞ്ഞപ്പോൾ എടുത്തു പറഞ്ഞൊരു കാര്യം, ഒരിക്കലും എൻ്റെ അച്ഛനത് വാങ്ങിച്ചിരിക്കില്ല മാഡം. കാരണം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ വാടക വീട്ടിൽ ഇങ്ങനെ ബുദ്ധിമുട്ടി താമസിക്കേണ്ട കാര്യമില്ല. ഇത് എൻ്റെ അച്ഛനെ പറ്റിച്ചതാണ്. ചിലപ്പോൾ അപ്പം ഞാൻ ചോദിച്ചു, നിങ്ങളുടെ പേരിലുള്ള അച്ഛൻ്റെ പേരിലുള്ള വസ്തു നിങ്ങളെ കൂടെ വിളിക്കാത്ത എന്താ എന്ന് ചോദിച്ചപ്പോൾ അതറിയത്തില്ല. ചിലപ്പോൾ ഞങ്ങളറിയാതെ ഈ 40,000 രൂപ സെറ്റിൽ ചെയ്തിട്ട് ബാക്കിയുള്ളത് അച്ഛൻ കൊണ്ടുപോകണമെന്ന് വിചാരിച്ചോ നിങ്ങൾക്ക് അറിയില്ല. ഞങ്ങളെ അറിയിച്ചില്ല. പക്ഷെ ഇത് പറ്റിച്ചതാണ്. നിങ്ങൾ വാടക വീട്ടിൽ ബുദ്ധിമുട്ടി താമസിക്കാണെന്നൊക്കെ തന്നെ അവര് ഒന്നും അനാവശ്യമായിട്ടുള്ള ഡ്രാമ ഒന്നും പറഞ്ഞിട്ടില്ല. ആ കുട്ടി ഇവിടെ വന്ന് പരാതിപ്പെട്ടതിന്റെ കാര്യം പഠിക്കണമെന്ന് ആഗ്രഹമുണ്ട് എനിക്ക്. അത് ചെയ്തു കൊടുക്കേണ്ട ഉത്തരവാദിത്തപ്പെട്ട ആളാണ് നിങ്ങൾ. എനിക്കും എന്റെ മോനെ പഠിപ്പിക്കണം ആഗ്രഹമില്ലയോ? അവനാണെ +1 ആയതല്ലേ ഉള്ളൂ. +2 ഈ വർഷം +2 വിടേണ്ട കുട്ടിയല്ലയോ? അല്ല, അത് നിങ്ങളുടെ കാര്യം നിങ്ങൾ സംസാരിക്കുന്നതെന്ന് പറയാം. നിങ്ങളുടെ കാര്യം ഞാൻ സംസാരിക്കുന്ന ആ കുട്ടിയുടെ അച്ഛനോടാണ്. മനസ്സിലായില്ലേ? അതൊരു പെൺകുട്ടി. അത് ഇതുവരെ വേറെ ഒരു പൈസ പോലും കൊടുക്കാതെ പഠിപ്പിച്ചു. മാം, ഞാൻ തന്നെ ട്യൂഷൻ പഠിപ്പിച്ചാണ് ഞാൻ കോളേജിൽ പോയിക്കൊണ്ടിരുന്നത്. ഞാൻ കോളേജിൽ നിന്ന് വന്നിട്ട് ഉടനെ പിള്ളേർ വരും. അവരെ ട്യൂഷൻ പഠിപ്പിച്ച് കിട്ടുന്ന പൈസ കൊണ്ടാണ് ഞാൻ കോളേജിൽ പോകുന്നതും എൻ്റെ കോളേജിലെ ഫീസ് അടയ്ക്കുന്നതും. അല്ലാതെ വേറെ ആരും എനിക്ക് തരുന്നില്ല. മാം ഒന്ന് ആലോചിച്ച് നോക്ക്, ഞാൻ അയാളോട് പറയാൻ പറ്റുമോ എന്നെ കൂടെ പഠിപ്പിക്കണം? അയാൾക്ക് ആദ്യത്തെ വകയിൽ ഒരു മോളുണ്ട്, അതിൻ്റെ ഇളയതൊരു കുഞ്ഞുണ്ട്. ഇവരെ രണ്ടേ അല്ലാതെ എന്നെ കൂടെ പഠിപ്പിക്കണം ഞാൻ അയാളോട് പറയാൻ പറ്റുമോ? ഒരിക്കലും പറ്റില്ല. അപ്പം മാത്രമല്ല, അവരുടെ ഒരു നല്ല മനസ്ഥിതി, അവർ ഇത്രയും പേരെയും നല്ലോണം നോക്കുന്നില്ല. നിങ്ങളുടെ അപ്പൂപ്പനെ അമ്മൂമ്മ അവരും നോക്കുന്നുണ്ട്. സാധാരണ രീതിയിൽ ഒരാൾക്കാർ എന്താ ആവശ്യം അവർക്ക്? ഇല്ല, അയാൾക്ക് ചുമതലയില്ല ഈ കുട്ടിയെ നോക്കാൻ ചുമതലയിൽ മാത്രമല്ല. അപ്പൊ നിങ്ങളുടെ അമ്മയെ നോക്കുന്നത് പോരാഞ്ഞിട്ട് അവരുടെ അമ്മയും അച്ഛനെയും അവിടെ നോക്കുന്നുണ്ട്. ഇത്രയും പേരുടെയും കാര്യങ്ങൾ എന്ന് പറയുന്നത് ചിലവ് സാധാരണ രീതിയിലല്ലല്ലോ. അതെല്ലാം അവർ ചെയ്യുന്നുണ്ട്. നിങ്ങൾ ചെയ്യേണ്ട ഈ ഒരു കടമയേ ഉള്ളൂ നിങ്ങൾക്ക് പ്രധാനമായിട്ട് ചെയ്യേണ്ടത്. നിങ്ങൾ ചെയ്ത അപരാധത്തിന് അതിന് പ്രായശ്ചിത്തമായിട്ട് കരുതിയായാലും നിങ്ങൾ ചെയ്തേ പറ്റൂ. നിയമം വേറെ. ഞാൻ പറയുന്നത് മനുഷ്യത്വപരമായിട്ടുള്ള ഒരു സമീപനം എന്നുള്ള രീതിയിലാണ് പറയുന്നത്. അത് നിങ്ങൾ കൊടുക്കണം. നിങ്ങൾ ജോലിക്ക് പോകണം, മര്യാദയ്ക്ക് ജോലിക്ക് പോയി അതിന് വേണ്ട കാര്യങ്ങളെന്ന് വെച്ചാൽ മാസാമാസം ഒരു തുക ആ കുട്ടിക്ക് പഠിക്കാൻ കൊടുക്കണം. അത് വരും. നിങ്ങളെ കാണാൻ വരാനോ നിങ്ങളോട് സ്നേഹക്കുറവൊന്നുമില്ല. അതും വിഷമിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇത്രയും വർഷത്തിനിടയ്ക്ക് ഞങ്ങളെ വന്നൊന്ന് കാണണം, എന്നെ വന്നൊന്ന് കണ്ട് തിരക്കണമെന്ന് എൻ്റെ അച്ഛന് തോന്നിയില്ലല്ലോ. പലരോടും നമ്പർ വാങ്ങിച്ചൊക്കെയാണ് ഞാൻ കണ്ടുപിടിച്ച് ഞാൻ പിന്നെ വിളിച്ചത്. എന്നിട്ട് മാം നേരായ വഴിക്ക് വരത്തില്ല. അതുപോലെ ആ സമയത്ത് എനിക്ക് കല്യാണ ആലോചന ഉണ്ടായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു, എത്ര കല്യാണത്തിന് പോയാലും എൻ്റെ അച്ഛന് ദക്ഷിണ കൊടുക്കാതെ ഞാൻ കല്യാണത്തിന് വരത്തില്ല എന്നുള്ള രീതിയിലാണ് ഞാൻ വിളിക്കുന്നത്. എൻ്റെ കയ്യിൽ നമ്പർ കിട്ടി, ഞാൻ തിരിച്ചു വിളിച്ചു. ആ നമ്പർ കിട്ടി അന്ന് രാത്രി 9 മണിക്ക് ഞാൻ വിളിച്ചു. കരിയർനാരെ നമ്പർ എന്തിനാ തിരക്കിയത്? അവരുടെ വീട് അറിയാമോ? ആ വീട്ടിലല്ല താമസം. പിന്നെയോ? പേഴുംപാറയായിരുന്നു ഇവര് താമസിച്ചോണ്ടേ. അവിടെയല്ല, ഞങ്ങൾ അവിടെയും പോയി തിരക്കി. ഇപ്പോഴെവിടാ താമസം? ഇപ്പൊ അറിയത്തില്ല ഇവിടെ താമസം. ഞങ്ങൾ പേഴുംപാറ താമസിച്ചോണ്ടെന്ന് ആ വീട്ടിൽ ഞങ്ങൾ അവിടെയും തിരക്കി, മേക്കോടൂർ തിരക്കി, കാട്ടൂർ തിരക്കി. അതിനിടയ്ക്ക് പറഞ്ഞ് കടമ്പനട്ട ഉണ്ടെന്ന് പറഞ്ഞു. കടമ്പനട്ട പോയി തിരക്കി. എന്തിനാ തിരക്കാൻ പോയത്? എന്തിനാ? കാണാൻ. കണ്ടാ മതിയോ? കണ്ടാ പോരാ, അതിന്റെ ബാക്കി അന്നേരം കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയാണ് തിരക്കി നടന്നത്. അല്ല, കോടതിയിൽ നിന്ന് ഉത്തരവായിട്ട് ഇപ്പൊ 7 വർഷം 9 വർഷം കൊണ്ട് നിങ്ങൾ ചെലവിന് കൊടുക്കുന്നില്ല കുട്ടിക്ക്. 9 വർഷമായിട്ട്. അപ്പൊ അവിടെ ഒരു വ്യവസ്ഥ വെച്ചിട്ടുണ്ടാവുമല്ലോ, ഈ ഡേറ്റിന് രീതി കൊടുക്കണമെന്ന്, എങ്ങനെ അയക്കണമെന്ന് വ്യവസ്ഥ. മണി ഓർഡർ അയച്ചാൽ അങ്ങ് കിട്ടിക്കോളും. അങ്ങനല്ലേ വെച്ചിരുന്നേ? നിങ്ങൾ അങ്ങനെ എങ്ങനെ പൈസ കോടതി കൊണ്ടുവന്ന് കോടതി കൊണ്ട് അടയ്ക്കായിരുന്നു. അപ്പൊ അത് നിങ്ങൾ ചെയ്തിരുന്നെങ്കിൽ അവിടെ വെച്ച് നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. കോടതി പറഞ്ഞല്ല, ഇവരുടെ സുജയുടെ അച്ഛനാണ് വന്നത് പൈസ. കോടതിയിൽ അടച്ചാലും കോടതി സ്വീകരിക്കും. കോടതി പൈസ അടച്ചാൽ അങ്ങനെയായിരുന്നു. സുജയുടെ അച്ഛൻ വന്നാണ് പൈസ വാങ്ങിക്കുന്നത്. അത് ആരോ വാങ്ങിക്കട്ടെ, നിങ്ങൾ കൊടുക്കാനുള്ളത് കുഞ്ഞിനെ കൊണ്ടൊന്നും പറ്റത്തില്ല. നിങ്ങൾക്ക് ആവശ്യപ്പെടാമല്ലോ, കാണണമെന്ന് പറയായിരുന്നല്ലോ. അതിൻ്റെതായിട്ടുള്ള ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടായി കാണും. ചിലപ്പം അയാള് കാണിച്ച കന്നന്തിരിവ് കാണിച്ചത് കൊണ്ട് നിങ്ങളുടെ അപ്പൂപ്പനൊക്കെ ദേഷ്യം വന്ന് എന്തെങ്കിലുമൊക്കെ പറയും. ഇട്ടേച്ച് പോയല്ലോ എന്ന് പറയും, കാണാനൊക്കത്തില്ലെന്നൊക്കെ പറയുമായിരിക്കും. അപ്പൊ അതുകൊണ്ടായിരിക്കും. ഇനി അത് ക്ഷമിക്കുക സുജ. ഇത് അദ്ദേഹത്തെ കൊണ്ട് കഴിയുന്ന രീതിയിൽ മാസം സഹായിക്കാനുള്ള മനസ്സങ്ങേർക്കുണ്ട്. 9 കൊല്ലം കൊണ്ട് നിങ്ങൾ മെയിൻ്റനൻസ് ഈ കുട്ടിക്ക് കൊടുക്കുന്നില്ല. നിങ്ങൾ അറിയേണ്ട കാര്യമൊന്നുമില്ല. കോടതി ഉത്തരവുണ്ട്. ഞാൻ ഒരു കാര്യം പറയാം. നമ്മൾ അന്ന് 23 സെന്റ് കൊടുക്കുമ്പോൾ അന്ന് പൈസ കോടതി അതിന്റെ തലേപ്രാവശ്യവും ഞാൻ പൈസ കൊണ്ടടിച്ചത്. അപ്പം ഞാൻ പറഞ്ഞു, ഈ പൈസ കൊടുത്ത് ഇവരുടെ പ്രശ്നങ്ങൾ തീർത്താൽ കുഞ്ഞിനുള്ള പൈസ ബാങ്കിലിട്ട് എന്തെങ്കിലും അവരുടെ ഇതായിട്ട് തീർക്കാൻ പറ്റുമെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, പൈസ അടുത്ത പ്രാവശ്യം വരുമ്പോൾ കണക്ക് കൂട്ടി പറയാം, അപ്പൊ അത് അങ്ങനെ അടച്ചാൽ തീർക്കാൻ നിങ്ങൾക്ക് താല്പര്യമാണെങ്കിൽ അങ്ങനെ നമുക്ക് തീർക്കാമെന്ന് പറഞ്ഞു. പിന്നീട് ഞാൻ പൈസ അടയ്ക്കാൻ പോകുന്ന സമയത്തല്ലയോ ഈ 40,000 രൂപ മാത്രം തന്ന് നമ്മളെ കളിപ്പിക്കുന്നത്.
പിന്നീട് പൈസ ഒന്നുമില്ല, പിന്നെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വന്നതിന് മുഖാന്തരമാണ് ഈ പൈസ. 9 വർഷമായിട്ടോ? 9 വർഷം കഴിഞ്ഞ് പ്രമാണം എഴുതിയിട്ട്. അതെ, 9 വർഷമായിട്ട് ഇങ്ങനെ പല പല പ്രശ്നങ്ങളോട്ട് ഈ മാസാമാസം കൊടുക്കുന്ന തുക അടയ്ക്കാൻ പറ്റിയില്ല. ഇല്ല. അങ്ങനെയൊക്കെ പറയാവൂ? അല്ല, അങ്ങനൊന്നും പറയരുതേ സജിനി. എങ്ങനെയൊക്കെ അങ്ങ് പറയാതെ, അങ്ങ് സിമ്പതി ക്രിയേറ്റ് ചെയ്യാതെ. 9 കൊല്ലമായിട്ട് ആ കൊച്ചിന് കിട്ടാൻ അവകാശപ്പെട്ട അതിന്റെ അച്ഛന്റെ പിന്നെ മെയിൻ്റനൻസിന് വേണ്ടി കൊടുക്കേണ്ട പൈസ അതും കിട്ടിയില്ല. 9 കൊല്ലമായിട്ട് ഇങ്ങനെ പല പല പ്രശ്നങ്ങളുമായിട്ട് ഇങ്ങനെ അങ്ങ് നടന്നത് മോശമല്ലേ? ശരിയാണോ അത് പറഞ്ഞു? നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്ക്, ന്യായമാണോ എന്നൊന്ന് ആലോചിച്ച് നോക്ക്. മറ്റൊരു സ്ത്രീയുടെ ജീവിതം പിടിച്ചു പറിച്ചെടുത്ത് കൊണ്ടുപോയി നിങ്ങൾ സേഫ്റ്റി ആയിട്ട് നിങ്ങളുടെ മോന്റെ പേര് വസ്തു എഴുതി വെപ്പിച്ച് കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുക. അതൊക്കെ കേൾക്കുന്ന മനഃപൂർവ്വം തന്നെ, അല്ല, മനഃപൂർവ്വം അത് പോട്ടെ, എന്തായാലും സംഭവിച്ചു പോയി. ഇത്രയും വർഷമായി. ആ ഒരു 16 വയസ്സുള്ള ഒരു കൊച്ചുണ്ട്. ഇനിയിപ്പോൾ അത് പറഞ്ഞിട്ട് കാര്യമില്ല, മാച്ചുകിടാനൊക്കത്തില്ല, വിട്ടേരെ, അത് വിട്ടേരെ. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ 9 കൊല്ലമായിട്ട് പല പല പ്രശ്നം ചെറിയ ചെറിയ തുകയായിട്ട് ഒരു 2-3 മാസം കൂടുമ്പോഴെങ്കിലും എന്തെങ്കിലും ഒരു തുക കൊണ്ടത് കോടതിയിൽ അടച്ചൂടെ? ആരെങ്കിലും വഴി കൊടുത്തൂടെ? അതിനൊക്കെ ഇതാണോ പറയുന്നത് ന്യായം? 9 കൊല്ലം കൊണ്ട് നിങ്ങൾ ഇങ്ങനെ കൂലിപ്പണിയും ചെയ്ത് ഇങ്ങനെ നടക്കുകയായിരുന്നു, ഒന്നും കിട്ടിയില്ല. അതല്ല എൻ്റെ ന്യായം. ഇതിനിപ്പോൾ ഉള്ളൊരു പോംവഴിയാണ് നിങ്ങൾ പറയേണ്ടത്. നിങ്ങളാ പറയേണ്ടത് മര്യാദയ്ക്ക്. ആ കുട്ടിക്ക് പഠിക്കാനുള്ള കാര്യങ്ങളുടെ ഉത്തരവാദിത്തം കയറി ഏറ്റെടുത്തേ പറ്റൂ. അതിനെന്താ ചെയ്യാൻ പറ്റുന്നത്? 1 മാസം കൂടുമ്പോഴോ 2 മാസം കൂടുമ്പോഴോ ഞങ്ങൾ കഴിയുന്ന ഒരു തുക ഞങ്ങൾ തരാം, കുഴപ്പമില്ല. ആ കുട്ടി സ്നേഹമായിട്ട് വരട്ടെ, അങ്ങോട്ട് പോട്ടെ, അവരുടെ അമ്മയുടെ അവിടെ നിൽക്കട്ടെ, ഇവിടെ വന്ന് അദ്ദേഹത്തെ കാണട്ടെ, ആ സ്നേഹം മെയിൻറ്റെയിൻ ചെയ്ത് പോട്ടെ. നിങ്ങളുടെ മകനുണ്ട്, നിങ്ങൾ പ്രസവിച്ചതാണെങ്കിലും അയാളുടെ മകനാണ്, അനിയനാണ് ആ കുട്ടിക്ക്. അങ്ങനെ ഒരു സ്നേഹമൊക്കെ ഉണ്ടായിക്കോട്ടെ, അടുത്ത തലമുറ സ്നേഹിച്ച് തന്നെ വളരട്ടെ. പക്ഷെ ഇതിപ്പോൾ പഠിക്കാൻ പരിഹരം നേർക്ക് അബദ്ധം പറ്റിയെന്ന് പറഞ്ഞാൽ കോളേജിൽ ചേർക്കാനൊക്കത്തില്ല. അവിടെ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തേ പറ്റൂ. അതിനെന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യണത് ചെയ്തേ പറ്റൂ. അത് ചെയ്യാനുള്ള ആസ്തി അയാളുടെ കയ്യിലുണ്ട്. ഉണ്ട്. അയാൾ മര്യാദയ്ക്ക് പണി ചെയ്താൽ അത് ചെയ്യാനും ഒക്കെ. കാരണം നമ്മളിത് ഒരു പ്രശ്നം സങ്കീർണമാക്കി കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആക്കാനല്ല സജിനി. ഇത് ഇവിടെ എന്ന് പറയുന്നത് നിങ്ങൾ പല മധ്യസ്ഥം പറഞ്ഞു കാണും, അവിടെ പറഞ്ഞു കാണും. നമ്മൾ അതൊന്നുമല്ല, സ്നേഹം നിലനിർത്തിക്കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും മാക്സിമം എന്നുള്ളതാണ്. അതാണ് നോക്കേണ്ടത്. അയാളുടെ മനസ്സിൽ അയാളുടെ മോളോട് കുഞ്ഞിനോട് അയാളുടെ പശ്ചാത്താപം അയാളുടെ മനസ്സിലുണ്ട്. ആ സ്നേഹം അയാൾക്കുണ്ട്, മോളോട് സ്നേഹമുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. അതുപോലെ ആ കുഞ്ഞിന് അച്ഛന് പകരം അച്ഛനേ ഉള്ളൂ, വേറൊരാളാവാനേ പറ്റില്ല എന്തെല്ലാം ശ്രമിച്ചാലും. ഇപ്പോഴും ഈ വസ്തു വാങ്ങിച്ച ആള് 18 വയസ്സ്, ഈ കുട്ടിക്ക് 18 വയസ്സാകുമ്പോഴും ബാക്കി പൈസ കൊടുക്കാന്നാ പറഞ്ഞിരുന്നത്. ഇയാൾ പറയുന്ന അനുസരിച്ച് അങ്ങനെയാണെങ്കിൽ 18 വയസ്സ് കഴിഞ്ഞിട്ട് ഇപ്പൊ 2 കൊല്ലം ആവുന്നുണ്ട്. എന്തുകൊണ്ടാണ് നിങ്ങൾ ചോദിച്ചില്ല അയാളോട്? അതൊന്നും അതിനിടയ്ക്ക് ഞാൻ 2 പ്രാവശ്യം ചോദിച്ചാൽ അത് പ്രായപൂർത്തിയായി കഴിയുമ്പോൾ അതുകൂടെ അതിനെ കൂട്ടിക്കൊണ്ട് വരുമ്പോൾ അതിനെ കൂടെ കൂട്ടിക്കൊണ്ട് വന്ന് അപ്പൊ അത് ഇവരത് അന്വേഷിക്കട്ടെ. അതിനു വേണ്ടിയാണ് ഈ കഴിഞ്ഞ ദിവസം കൊണ്ട് അവിടെ കൊണ്ട് പരാതി ഞാൻ കൊടുത്തത്. അത് കൊടുത്ത് അത് സി എടുത്ത് വന്നിട്ടുണ്ട്. അപ്പൊ സി എടുത്ത് ഇതുപോലെ വിളിച്ചാണ് എന്നോട് പരാതി ഇവിടെ വന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ SP ഓഫീസിൽ ചെന്നപ്പോൾ കോന്നി സി ആണ് അവിടെ ഉണ്ട്. പുള്ളി കണ്ടായിരുന്നു, പ്ലാസ്റ്റർ വല്ലതും ഇട്ട് തലയിൽ വെച്ച് കിട്ടും എല്ലാം കണ്ടായിരുന്നു. അപ്പൊ പറഞ്ഞു ഒരു കാര്യം വന്ന് ഡോക്ടർ എന്നെ പറയുന്നു, പ്ലാസ്റ്റർ എടുത്ത് ഡോക്ടർ എന്നെ പറയുന്നു, ആ സമയം എന്നെ വിളിച്ചു പറഞ്ഞിട്ട് അവിടെ വന്നാൽ മതി എന്ന് പറഞ്ഞു. അയാളുടെ കുടുംബത്തിൽ അയാളുടെ സഹോദരൻ ഒരു അഡ്വക്കേറ്റ് ആണെന്ന് തീർച്ചയായിട്ടും അങ്ങേർക്ക് ഇതിന്റെ നിയമവും ന്യായവും ഒക്കെ അറിയാൻ പറ്റുമല്ലോ. അങ്ങനെ അറിയാമോ? അവരത് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെയ്യുമായിരിക്കും. ഒരു പക്ഷേ ചിലപ്പോൾ ഇയാളെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അത് അതിനെത്തത്തില്ലെന്ന് വിചാരിച്ചിട്ട് അപ്പൊ പിന്നെ സംസാരിച്ചത് അവരോട് സംസാരിച്ചത് പറഞ്ഞു, നീ പോയി നിന്റെ അച്ഛനെ കൂടെ കൊണ്ടുപോവാ, അയാള് പൈസ വാങ്ങിച്ചുകൊണ്ട് പോയി. അപ്പൊ അവരൊരിക്കലും വിചാരിച്ചിരുന്നില്ല ഞാൻ അച്ഛനെ കണ്ടുപിടിക്കും എന്നുള്ളൊരു വിശ്വാസം അവർക്കില്ലായിരുന്നു. അതുകൊണ്ടാണ് എന്നോട് അപ്പോഴേ അവരിപ്പം മാറുക. പൈസ ഇയാള് വാങ്ങിച്ചെന്ന അവരുടെ ഇപ്പോഴത്തെ സ്റ്റാൻഡ്. ഞങ്ങൾ തമ്മിൽ കാണുമെന്ന് ഇവര് മനസ്സിൽ ഓർത്തില്ല. ഞാനും കുഞ്ഞുമായിട്ട് നേരിട്ട് ബന്ധപ്പെടുന്നത് മനസ്സിലില്ല. അപ്പൊ അതിന് മുന്നെയാണ് ഇവര് പോയി ചോദിക്കുന്നത്. അപ്പൊ പറയും ഞാൻ മാറ്റും, ഞാൻ ചെന്ന് ചോദിക്കണേ അവർക്കും ഇങ്ങോട്ട് കൊടുത്തെന്ന് പറയും. ഒന്നുകിൽ ആ പ്രമാണം നമുക്ക് സെറ്റിസൈഡ് ചെയ്യണം, എന്ന് വെച്ചാൽ ലാക്ക് ഓഫ് കൺസിഡറേഷൻ, പ്രതിഫലം ഇല്ല. പിന്നെ കോർട്ട് അറ്റാച്ച്മെന്റ് ഉണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് ഇവർക്ക് മെയിൻ്റനൻസ് കിട്ടാൻ അർഹതയുള്ള പ്രോപ്പർട്ടിയാണെന്ന് അറിഞ്ഞുകൊണ്ടും അയാൾ ഇത് വാങ്ങിച്ചേക്കുന്നത്. അപ്പോൾ ആ ഗ്രൗണ്ടിൽ ഇവർക്ക് കോടതിയിൽ നിന്ന് മെയിൻ്റനൻസ് ഗ്രാൻഡ് ചെയ്തിട്ടുണ്ട്, അറ്റാച്ച്മെന്റ് ഓർഡർ ചെയ്തിട്ടുണ്ട്. അത് സെറ്റിസൈഡ് പോയിട്ടില്ല, വെക്കേറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ ആ ഓർഡർ തന്നെ ഇതിൽ എക്സിക്യൂട്ട് ചെയ്തെടുക്കാം. പിന്നെ ഇവർക്ക് മെയിൻ്റനൻസിന് ഇപ്പോൾ കേസ് മെയിൻ്റനൻസ് എന്ന് വെച്ചാൽ ഫർദർ സ്റ്റഡീസിന് വേണം, മാരേജിന് വേണം, ഇതിനെല്ലാം ഉള്ള കാശ് ഇയാളിൽ നിന്ന് ഈടാക്കിയെടുക്കാനുള്ള അർഹതയുണ്ട്. ഈ പ്രോപ്പർട്ടി സ്ഥാപിച്ച് ഈടാക്കിയെടുക്കാം. അതിനുള്ള ലീഗൽ പ്രൊസീജിയേഴ്സ് എന്താണെന്നുള്ളത് വിശദമായിട്ട് കേട്ടിട്ട് പോവുക. ഇപ്പൊ നിലവില് ഇദ്ദേഹം സിഐയുടെ മുമ്പിൽ പരാതി കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ നല്ലൊരു അവസരമാണ് ഈ കാര്യങ്ങളെല്ലാം സിഐയുടെ ബെഞ്ചിലാണെങ്കിലും ഇത് കൊണ്ടുവന്ന് ബോധിപ്പിച്ച് ആ വസ്തു മേടിച്ച ആളെ അവിടെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ അതിന്റെ നിജസ്ഥിതി അവിടെ അറിയാൻ പറ്റും. ആ നിജസ്ഥിതി അറിഞ്ഞ് അതനുസരിച്ച് മനസ്സിലാക്കി മുന്നോട്ട് പോയാൽ പെട്ടെന്ന് തീർക്കാൻ പറ്റുന്നത്.
അപ്പം SP ഓഫീസിൽ ഞാനും കൂടി ഈ പരാതിയുമായിട്ട് അവിടെ ചെന്നപ്പോൾ പിന്നെ SP അവിടെ ഉണ്ട്. അപ്പം അവിടെ ഒരു റൈറ്റർ ഇരിപ്പുണ്ട്. ആ പുള്ളിയുടെ പരാതി ഞാനത് കാണിച്ചും വെച്ച് പുള്ളി അവിടെ എന്നോട് പറഞ്ഞു, ഇത് മാത്തു സുരേഷിൻ്റെ ജ്യേഷ്ഠനാണ് അല്ലേ, പക്ഷെ അവൻ ഭയങ്കര ഗുഡായിപ്പാ ഇത് പല കാര്യങ്ങളെന്ന് പറഞ്ഞു. എന്തായാലും കുഴപ്പമില്ല, SP-ക്ക് അവിടെ കൊടുത്തു കഴിഞ്ഞാൽ SP അത് CAക്ക് ട്രാൻസ്ഫർ ചെയ്യും. ഇതിപ്പോ ഈ പ്രോഗ്രാം തന്നെ ഇതിന്റെ വലിയൊരു തെളിവാണ്, മനസ്സിലായില്ലേ മാം? അതുപോലെ ഞാനാണ് ആദ്യം കൊണ്ട് SP-ക്ക് കൊടുക്കുന്നത്. SP-ക്ക് കൊടുത്തു കഴിഞ്ഞപ്പം അത് ഞങ്ങളുടെ സർക്കിളിലോട്ട് വന്നു. അവിടെ നിന്ന് അച്ഛനെ വിളിച്ചു. ഫോൺ വിളിച്ചു കഴിഞ്ഞപ്പോഴാണ് അച്ഛൻ അടുത്തായിട്ട് കൊണ്ട് SP-യുടെ ഓഫീസിൽ പരാതി കൊടുക്കുന്നത്. അച്ഛന് പൈസ കിട്ടിയിട്ടില്ല എന്ന്. ഞാൻ പറഞ്ഞു, അച്ഛന് പൈസ കിട്ടിയാലും ഇല്ലെങ്കിൽ ഇവർ രണ്ടും കൂടെ സംസാരിച്ച് എനിക്ക് കിട്ടാനുള്ളത് വാങ്ങിച്ചു തരണം, അതിന് ഹെൽപ്പ് ചെയ്യണമെന്ന് പറഞ്ഞാണ് ഞാൻ പരാതി കൊടുത്തത്. അത് കഴിഞ്ഞപ്പോഴാണ് അച്ഛൻ കൊണ്ട് കൊടുത്തപ്പോൾ ഇവർ മൊഴി കൊടുത്തത് അച്ഛനെല്ലാം വാങ്ങിച്ചുകൊണ്ട് പോയി എന്നുള്ള രീതിയിലാണ്. അയാൾ വന്ന് പോലീസ് സ്റ്റേഷനിൽ മൊഴി കൊടുത്തു. അങ്ങനെയാണ് ഞങ്ങളെ വായിച്ച് കേൾപ്പിച്ചു. പോലീസ് സ്റ്റേഷനിൽ നിന്ന് വായിച്ച് കേൾപ്പിച്ചാണ് ഈ വസ്തു വാങ്ങിച്ച ആള് പ്രമാണത്തിന്റെ ഒരു കോപ്പി എന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെയോ കൊണ്ട് കൊടുത്തിട്ട് മൊഴി കൊടുത്തേക്കുന്നതിനകത്ത് അച്ഛനെല്ലാം വാങ്ങിച്ചുകൊണ്ട് പോയി എന്നുള്ള രീതിയിൽ അവർ സംസാരിക്കും. പ്രമാണത്തിന്റെ ഇതൊക്കെ നിങ്ങളുടെ ഉണ്ടോ? പ്രമാണത്തിൻ്റെ ഒന്നുമില്ല. കാര്യം പ്രമാണം ട്രേസായി പോയില്ലേ. നിങ്ങൾ കുറച്ച് ആക്റ്റീവായിട്ട് നിന്നിട്ട് ഈ കാര്യങ്ങൾ ഈ വസ്തുവിന്റെ കാര്യങ്ങളൊക്കെ ആക്റ്റീവായിട്ട് നിൽക്കാൻ എന്താണ് നിയമപരമായിട്ടുള്ള പ്രൊസീജിയേഴ്സ് എന്നുള്ളത് ജഡ്ജിങ് പാനൽ പറഞ്ഞു തരും. ഇത് കഴിഞ്ഞിട്ട് നിങ്ങൾ പേഴ്സണലായിട്ട് സംസാരിച്ച് അതുവരെ നിങ്ങൾ മാസം നിങ്ങളെ കൊണ്ട് കഴിയുന്നൊരു തുക 1-ാം തീയതിക്കും 10-ാം തീയതിക്കും ഇടയ്ക്ക് ആ കുട്ടി നിങ്ങളെ കാണാൻ വരും. പിന്നെ അത് എപ്പോഴും വരുവോ പോവോ ചെയ്യുന്ന അതിൻ്റെ ഇഷ്ടം. എൻ്റെ അച്ഛനെ കാണാൻ എപ്പോൾ വരണമെന്നൊന്നും നമ്മൾ തീരുമാനിക്കുന്നില്ല. കാരണം അത് പ്രായപൂർത്തിയായ കുട്ടിയാണ്. എനിക്ക് അച്ഛൻ്റെ കൂടെ തന്നെ 4 ദിവസം താമസിക്കണം എന്ന് തോന്നിയാൽ ഒന്ന് താമസിച്ചോട്ടെ, മനസ്സിലായില്ലേ? അപ്പോൾ അതൊന്നും റെസ്ട്രിക്ഷൻസ് ഇല്ല. പക്ഷേ അതിന് വേണ്ട കാര്യങ്ങൾ നിങ്ങളെ കൊണ്ട് കഴിയുന്ന കാര്യങ്ങളെല്ലാം അതിന് ചെയ്തു കൊടുക്കണം. മാസാമാസം 1-നും 10-നും ഇടയ്ക്ക് ഒരു നിശ്ചിത തുക എത്ര ചെയ്യാൻ പറ്റും എന്നുള്ളത് ഇപ്പൊ പറയുക. അപ്പൊ അതിന് വിശ്വസിച്ച് കിടക്കുന്നുണ്ടല്ലോ, മെയിൻ്റനൻസ് അരിയേഴ്സ് കിടക്കുന്നുണ്ട്. അത് കിടക്കുന്നുണ്ട് മേഡം. അതിപ്പോ അങ്ങനെ പറയുന്നത് ആ 23 സെന്റിനകത്ത് വെച്ച് എന്തെങ്കിലും ചെയ്യാനെ പറ്റി വലിയ തുക അത് ഈ പ്രോപ്പർട്ടിക്കകത്ത് ഈടാക്കി എടുക്കാം. അതെടുക്കുന്നുണ്ട്. അതെല്ലാം അത് എക്സിക്യൂഷൻ പെറ്റീഷൻ കൊടുക്കണം. ഉണ്ട് മേഡം. അത് ഒരു ഭാഗത്ത് അതിന്റെ പ്രൊസീജിയേഴ്സ് നടന്നുകൊണ്ടിരിക്കും. പക്ഷെ അതിന് ആ കാലതാമസത്തിനകത്ത് ഇത് പഠിത്തം കളഞ്ഞ് നിൽക്കാനൊക്കത്തില്ല. അപ്പൊ നിങ്ങളെ കൊണ്ട് കഴിയുന്ന ഹരിഹരനാർക്ക് കഴിയുന്ന ഒരു സംഗതി അത് എത്രയാണെന്നുള്ളത് പറഞ്ഞാൽ നമ്മളിവിടെ അത് പാനൽ അതിവിടെ ഉറപ്പുവരുത്തും. അല്ലെ പ്രമാണം സെറ്റിസൈഡ് ചെയ്യാനോ കേസ് കൊടുക്കണം. അത് അവർ രണ്ടും കൂടെ തീരുമാനിച്ച് അച്ഛനും മോളും കൂടെ തീരുമാനിച്ചിട്ട് ചെയ്യണം. അപ്പൊ നമ്മൾ അത് കൊടുത്തു കഴിഞ്ഞാൽ അപ്പൊ ഈ ബാക്കി ലാക്ക് ഓഫ് കൺസിഡറേഷൻ പ്രതിഫലം ഇല്ല. ബാക്കി അപ്പൊ കിട്ടാനുള്ള പൈസ എല്ലാം കിട്ടത്തില്ലേ? അതാ, ഒന്നുകിൽ എഗ്രി ചെയ്ത പൈസ ബാക്കി തരിക, അല്ലെങ്കിൽ നിങ്ങൾ വാങ്ങിച്ച പൈസ തിരിച്ചു കൊടുത്തോണ്ട് പ്രമാണം നിങ്ങൾക്ക് തിരിച്ചെഴുതി തരിക. അയാൾ തന്നെ ഓഫർ ചെയ്തിട്ടുണ്ട് ഈ കുട്ടി മേജർ ആവുന്ന ഉടനെ ബാക്കി എമൗണ്ട് കൊടുക്കാമെന്ന്. അപ്പൊ അതിനകത്ത് പല സർക്കംസ്റ്റാൻസും സമ്മതം അല്ലെങ്കിൽ ഈ 40,000 അതിന്റെ പലിശ കൂടെ തരുവാണെങ്കിൽ വസ്തു തിരിച്ചെഴുതി തരാമെന്ന് പറഞ്ഞു. ഒരു ലീഗൽ നോട്ടീസ് ആദ്യം അയാൾക്ക് അയക്കുക. ഇപ്പൊ സ്റ്റേഷനിൽ കേസ് കൊടുത്തിട്ടുണ്ട്, അവിടെ തീരുന്നെങ്കിൽ തീരട്ടെ, പക്ഷെ അയാൾ നടക്കുമെന്ന് തോന്നുന്നില്ല. എന്ന് വെച്ചാൽ ഇത്ര വലിയ എമൗണ്ടാ. അതല്ലെങ്കിൽ ഒരു ലീഗൽ നോട്ടീസ്, വക്കീലിനെ കണ്ടൊരു നോട്ടീസ് അയക്കുക, നിങ്ങൾ അന്ന് പറഞ്ഞ കണ്ടീഷൻസ് പൂർത്തീകരിച്ച് തരണം, ഇല്ലെങ്കിൽ എനിക്ക് വസ്തു തരണം, ഞാൻ 40,000 രൂപയും പലിശയും തരാൻ തയ്യാറാണ്. ഇല്ലെങ്കിൽ ആ പറഞ്ഞ എമൗണ്ടിന് എത്ര എമൗണ്ടിനാണ് സെറ്റിൽ ചെയ്തതെന്ന് വെച്ചാൽ ആ എമൗണ്ടിന്റെ ബാക്കി തന്ന് ഇടപാട് തീർക്കണം. അത് ഈ കുട്ടിക്ക് ഇപ്പോൾ 21 വയസ്സാവാൻ പോകുന്നു. ലിമിറ്റേഷൻ പീരീഡ് കഴിയാൻ പോവുക. എക്സിക്യൂഷൻ പെറ്റീഷനെ നമ്മൾ പ്രൊസീഡ് ചെയ്യണം ഫാമിലി കോടതിയിൽ. ഇല്ലെങ്കിൽ പിന്നെ ഈ 7 കൊല്ലത്തെ കിട്ടാതെ പോകും. അതിപ്പോ ഈ വസ്തുവിൽ ഈടാക്കിയെടുക്കുക. എമൗണ്ട് 900 അല്ലയോ ഇവർക്ക് കൊടുക്കാന്ന് പറഞ്ഞേക്കുന്നത്? പഴയ എമൗണ്ട് ആണ് മേഡം. പണ്ടത്തെ ഒരു എമൗണ്ട് ഒരു പിന്നെ 5 രൂപ. ഇപ്പൊ എത്ര വെച്ച് കൊടുക്കാം നോക്ക്. എന്ന് വെച്ചാൽ ഈ വസ്തുവിൽ നിന്ന് നമുക്ക് ഈടാക്കി എടുക്കാതെ കൊടുത്തില്ലെങ്കിൽ ഉണ്ടാക്കണ്ട മാഡം ഈ മാസം തോറും നിങ്ങൾ ഉണ്ടാക്കണ്ടേ? നിങ്ങളല്ലേ അച്ഛൻ. ഈ കുട്ടിയുടെ കല്യാണം കഴിക്കാനുള്ള ചെലവ് നിങ്ങൾ കൊടുക്കണം. അതെല്ലാം ഈ വസ്തുവിനകത്ത് നമുക്ക് എടുക്കാം, അതെല്ലാം കൊടുക്കാം, അത് കൊടുക്കാൻ ഞാൻ തയ്യാറുവാ. പക്ഷെ ഈ മാസം തോറും ഉള്ളത് എനിക്ക് ഇപ്പൊ ഭയങ്കര അല്ല, അത് കൊടുത്താലേ പറ്റത്തുള്ളൂ. ഒരു പെങ്കൊച്ച സമ്മതിച്ചു, അതിന് ഞാൻ സമ്മതിച്ചു. ഞാൻ കൊടുക്കത്തില്ലെന്ന് ഞാൻ പറയുന്നില്ല. കാര്യം ഈ വസ്തു കൊടുത്തത് ഇതിന് ഏതെങ്കിലും രീതി രക്ഷപ്പെട്ട് പോകുന്നെങ്കിൽ പോക്കോട്ടെ, പൈസ കൊടുത്ത് നമ്മൾ ഇടപാട് തീർക്കാന്നുള്ള ഇതിലാണ് കാര്യം. അല്ല, മറ്റൊരു രീതിയിലല്ല ഞാൻ ഈ വസ്തു കൊടുത്തത്. ഈ 9 വർഷത്തെ ബാലൻസ് കിടക്കുന്നത് പെൻഡിങ്ങിലുള്ളത് അത് ആ വസ്തുവിന്റെ കാര്യങ്ങൾ തീരുമാനമാകുമ്പോൾ അതിൽ നിന്ന് അവർ കളക്ട് ചെയ്തോട്ടെ. എക്സിക്യൂഷൻ പെറ്റീഷന് ഫാമിലി കോടതി കൊടുത്ത് ഈ 9 വർഷത്തെ മെയിൻ്റനൻസ് കുടിശ്ശിക ഈടാക്കിയെടുക്കാൻ നിങ്ങൾക്ക് അധികാരമുണ്ട്, അവകാശമുണ്ട്. അങ്ങനെ ചെയ്തോളൂ. പക്ഷെ ഞാൻ പറയുന്നത് ഈ ഡേറ്റ് മുതൽ ഇനി എങ്ങോട്ട് അതിന്റെ പഠിത്തം ഇപ്പം 900 രൂപ വെച്ച് ഈ കുഞ്ഞിന് ജീവിക്കാൻ പറ്റത്തില്ല ഒരു മാസം. സജിനെയാണ് കുടുംബം നോക്കുന്നത്. നിങ്ങൾ പറയണം, നിങ്ങൾ മനുഷ്യത്വത്തോടുകൂടി നിങ്ങൾ പറയണം.
അയാൾ ആ വീട്ടിൽ അവരുടെ ഒപ്പം താമസിച്ചിരുന്നു എങ്കിൽ അയാൾ എന്ത് ചെയ്യുമായിരുന്നോ അത് നിങ്ങൾക്കറിയാമല്ലോ. നിങ്ങളൊരമ്മയാണ്, നിങ്ങൾ പറയണം ന്യായമായിട്ടൊരു കാര്യം ഇനി എന്താ ചെയ്യാൻ പറ്റുമെന്ന് പറയണം. ഇത്രയും കാലം ആ കുട്ടിയെ പഠിപ്പിക്കാനോ മറ്റു കാര്യങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല. ഒരു കുട്ടിയെ പഠിപ്പിക്കാൻ എന്തെല്ലാം ചിലവുണ്ടെന്ന് നിങ്ങൾക്ക് അറിയാലോ. നിങ്ങൾക്കുണ്ട് ഒരു കുട്ടി. അന്ന് മുതൽ ഇന്ന് വരെയും ഞാൻ പറയുന്നുണ്ട്, ഇവരുടെ വീട്ടിലായിരിക്കുന്ന സമയത്ത് ഞങ്ങൾ താമസിച്ച ആ ഒരു 3-4 വർഷം കൊണ്ട് ഞാൻ പറയുന്നു ഉണ്ട്, ഈ സ്ഥലം കൊടുത്ത് ഇവർക്ക് ഒന്നെങ്കിൽ ആ കുഞ്ഞിന്റെ പേര് വാങ്ങിക്കലിടോ എന്തെങ്കിലും ചെയ്യുന്ന പറഞ്ഞാൽ ഇവരുടെ ആൾക്കാർ അച്ഛനോ അമ്മയോ ആരും അതിന് തയ്യാറല്ല. ഒരു സെന്റ് 1 രൂപ പോലും കൊടുക്കാൻ തയ്യാറല്ല. അതൊന്നും ഞാൻ ഉത്തരവാദിയാണ്. ഞാൻ എന്നോട് ഇപ്പം പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിപ്പോ കൊണ്ടുവന്ന് ഈ പൈസ കൊണ്ട് ഞാൻ പറഞ്ഞില്ലയോ നമ്മള് വളരെ കഷ്ടപ്പെട്ടാണ് പോകുന്നത്. കഴിഞ്ഞ കാര്യങ്ങളെല്ലാം വിടുക. അല്ല അതെ, നമ്മുടെ ഒരു സംഗതി മാത്രം ഇപ്പൊ ചിന്തിക്കാം. നിങ്ങൾക്ക് 2 മക്കളുണ്ട്. അല്ല അങ്ങനെയാന്നല്ലോ, കൊച്ചിനോട് ചോദിച്ചു നോക്കിയാ കൊച്ചിനെ കണ്ട് ആ സമയത്തും കൊച്ചെന്നോട് അപ്പൊ എന്ത് ചെയ്യാം? അത് മാത്രം ചിന്തിക്കും. 2 മക്കളുണ്ട്, ഇയാള് മര്യാദക്ക് പണിക്ക് പോകണം. ഈ കുട്ടിക്ക് ഇതുവരെ പഠിച്ചു, കുറച്ചുകൂടെ അത് ചിന്തിക്കുന്ന രീതിയിൽ പഠിച്ച് മുമ്പോട്ട് പോയാൽ അതിന് നാളെ സ്വന്തം കാലിൽ നിൽക്കാനൊരു ജോലി ആവും. അതുകൊണ്ട് അതിനു വേണ്ടി ഒരു അച്ഛനെന്ന നിലയ്ക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്നുള്ളത് ഇപ്പൊ പറയണം. ഇതുവരെ കുട്ടിയെ കണ്ടില്ല കേട്ടില്ല എന്നാ പറയുന്നത്. നീ ഇപ്പൊ കണ്ടല്ലോ, കണ്ട സ്ഥിതിക്ക് നിങ്ങൾക്ക് തന്നെ അറിയാം നിങ്ങൾക്ക് എന്താ ചെയ്യാൻ പറ്റുന്ന പറയാം. ഞാൻ പറഞ്ഞല്ലോ, 2000 രൂപ ഇതിനകത്ത് എഗ്രിമെന്റ് വെക്കാം, 2000 രൂപ വെച്ച് എഗ്രിമെന്റ് വെക്കാം. എഗ്രിമെന്റ് നമുക്ക് അങ്ങനെ വെക്കാൻ പറ്റില്ല. കാരണം വെച്ചാൽ ഇവിടെ ഇത് കോടതിയായത്. നിങ്ങൾ വെറും ചെലവിന് കൊടുക്കുന്ന ഒരു അച്ഛനായിട്ട് ആ കുട്ടി ദൂരെ ഇരുന്ന് വാങ്ങിക്കാനല്ല ഞാൻ ഈ സംസാരിക്കുന്നത്. ആ കുട്ടി നിങ്ങളെ കാണാൻ വരണം, നിങ്ങളുടെ വീട്ടിൽ വരണം, നിങ്ങളോടൊത്ത് ഭക്ഷണം കഴിക്കണം, നിങ്ങളുടെ വീട്ടിൽ താമസിക്കണം. അങ്ങനെ ഒരു അറ്റാച്ച്മെന്റ് അതിന് വരണമെങ്കിൽ എൻ്റെ അച്ഛൻ്റെ ഉത്തരവാദിത്തത്തില്ല ഞാൻ ജീവിക്കുന്നതെന്ന് അതിന് തോന്നണം. ഇല്ലാത്തടത്ത് വരത്തില്ല. 100 രൂപയ്ക്ക് 200 രൂപയ്ക്കും ബാർഗെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളുടെ അടുത്ത് എങ്ങനെ തോന്നുന്നു ഒരു സെന്റിമെന്റ്സ്? കാര്യം എന്നെ കൊണ്ട് ഇപ്പം 2000 രൂപ അല്ലെ ഇത് കൂടോ എന്നെ കൊണ്ട് മാസം പറ്റത്തില്ല. കാര്യം ഞാൻ വാടകയും കൊടുക്കണം, മറ്റു നിങ്ങൾക്ക് പല കാര്യങ്ങളുമുണ്ട്. ഇപ്പൊ ആ കുട്ടി താമസിക്കുന്ന സ്ഥലത്ത് എന്ന് പറയുന്നത് ആ മനുഷ്യൻ ഒരു മെഡിക്കൽ സ്റ്റോറിൽ ജോലി ചെയ്തൊരു മനുഷ്യനാണ്. അയാള് 7 പേരെ ഭക്ഷണവും കാര്യങ്ങളും കൊണ്ട് സംരക്ഷിച്ച് മുമ്പോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അതിലാണ് ആ കുട്ടി പഠിക്കുന്നത്. നമ്മളൊരു ന്യായം ആലോചിക്കണം. ഇപ്പൊ അത് അയാള് പറയുകയാണത് ഒന്നും സാധിക്കത്തില്ല, ഇവിടെ നിൽക്കാനും ഇതിനും ഒന്നും സാധിക്കത്തില്ല. എവിടെയെങ്കിലും ഹോസ്റ്റലിൽ പോയിന്ന് പഠിക്കണം, അവിടെയും പഠിക്കുന്ന കുട്ടി വേറെ ഉണ്ട്. ഇത് +1 ആണെങ്കിൽ അത് 7ാം ക്ലാസ്, അത്രേ ഉള്ളൂ വ്യത്യാസം. സ്വന്തം കുട്ടി മറ്റൊരാളിന്റെ ഔദാര്യത്തിൽ ജീവിക്കാൻ അനുവദിക്കരുത്. 2000 രൂപ വെച്ച് മാസം കൊടുക്കുക, അതിൽ കൂടുതൽ എന്നെ കൊണ്ട് പറ്റത്തില്ല. കാര്യം എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഞാൻ എത്ര കിടന്നതാക്കി കഴിഞ്ഞാലും പറ്റത്തില്ല. 2000 രൂപ കൊണ്ട് ഈ കുട്ടിക്ക് ആഹാരവും പഠിത്തവും എല്ലാം നടക്കുവോ? ഇത് കൂടുതൽ എന്നെ കൂടെ എന്നെ കൂടെ 2000 രൂപ കൂടുതൽ മാസം എന്ത് പറയുന്നു? 30 പക്കം ഞാൻ വാടക കിടക്കുന്ന, അവർക്ക് സ്വന്തമായിട്ടൊരു വീടെങ്കിലും ഉണ്ട്, ഞാൻ വാടക കിടക്കണം. 2000 രൂപ അദ്ദേഹത്തെ കൊണ്ട് പറ്റുള്ളൂ എന്നാ പറയുന്നത്. കാരണം അങ്ങേർക്ക് ലയബിലിറ്റിയും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഇപ്പൊ തൽക്കാലം അത് വെച്ച് പിന്നെ ഈ പറഞ്ഞതുപോലെ അയാൾ മനസാക്ഷിയുള്ള ആളാണെങ്കിൽ കുട്ടിയുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് അത് ചെയ്തു തരും. സ്നേഹം കൊണ്ട് മാത്രമല്ലേ ഇതൊക്കെ പറ്റൂ. ഒരാളെ ഞെക്കിപ്പിഴിഞ്ഞ് നമുക്ക് ചെയ്യാൻ പറ്റത്തില്ലോ. അപ്പൊ പോയി കാണുക, അച്ഛനെ പോയി കാണുക. ആവശ്യം എവിടെ വെച്ചാ കൊടുക്കുന്നത്? നിങ്ങൾ കുട്ടി വന്ന് വാങ്ങിക്കട്ടെ നിങ്ങളുടെ വീട്ടില്. ആ സമയമാകുമ്പോൾ വിളിക്കുന്നതാണ് എവിടെന്ന് വെച്ചാൽ അവിടെ കൊടുത്തേക്കാം. എവിടെ വെച്ച് വാങ്ങിക്കാനാ താല്പര്യം? വീട്ടിൽ പോവൂ? ഇല്ല പോവില്ല. വിളിക്കുന്ന സമയത്ത് വരുമല്ലോ, ഇന്നടത്തോട്ട് വിളിക്കുന്ന സമയത്ത് നേരിട്ട് ചെല്ല്. നേരിട്ട് 12 വന്ന് പറഞ്ഞാൽ അന്നും വന്നിട്ടുണ്ട്. കാഞ്ഞിരപ്പള്ളി വരാൻ പറഞ്ഞ അമ്മ കാഞ്ഞിരപ്പള്ളി വന്നിട്ടുണ്ട്. പിന്നെ എവിടെ ആണെങ്കിലും കുഴപ്പമില്ല, എവിടെയാണെങ്കിലും പോയി വാങ്ങിച്ചോളൂല്ലോ. മാഡം 10ാം തീയതി കൊടുക്കണം. പിന്നെ മാരേജ് എക്സ്പെൻസിന് ഈ കുട്ടി സ്യൂട്ട് ഫയൽ ചെയ്യട്ടെ. അതൊക്കെ അതിന്റെ ലീഗൽ പ്രൊസീജിയേഴ്സ് ഒക്കെ മാഡം ഒന്ന് എല്ലാം ചോദിച്ച് മനസ്സിലാക്കിയിട്ട് അത് ചെയ്തോളൂ. വസ്തുവിന്റെ കാര്യത്തിലൊക്കെ അദ്ദേഹം വരും കൂടെ. അല്ല, അത് മാരേജ് എക്സ്പെൻസ് എന്ന് വെച്ചാൽ ഈ വസ്തുവിൽ നമുക്കത് ഈടാക്കി എടുക്കാം. ഈ ഡിസ്പ്യൂട്ടഡ് പ്രോപ്പർട്ടിന്ന് അത് ലക്ഷങ്ങൾ കിട്ടാനുണ്ട്. ലക്ഷങ്ങൾ വിലയുള്ള വസ്തു അത് അതിൽ നിന്ന് ഈടാക്കി എടുക്കാം. ഒന്നുകിൽ ആ സെയിൽ സെറ്റിസൈഡ് ചെയ്യണം, അല്ലെങ്കിൽ ബാക്കി ബാലൻസ് കൺസിഡറേഷൻ വാങ്ങിക്കണം. അത് എങ്ങനെയാണ് വേണ്ടതെന്ന് വെച്ചാൽ അതിന്റെ കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽസ് അന്വേഷിച്ച് OS 80/2000 2000-ലെ റാന്നി കേസിൽ, റാന്നി കോടതിയിലെ കേസ്, ആ കേസിൽ ബാക്കി കിട്ടാനുള്ള എമൗണ്ട് അത് EP കൊടുത്ത് നമ്മൾ വാങ്ങിക്കണം. എക്സിക്യൂഷൻ പെറ്റീഷന് ഇതുവരെ ഒറ്റയ്ക്കല്ല എല്ലാ കാര്യങ്ങളും ചെയ്തു. അത് തന്നെയാണ് നമ്മുടെ ഏറ്റവും വലിയൊരു പോസിറ്റീവ് ആയിട്ടുള്ള കാര്യം. ഇനി അങ്ങോട്ട് പോകുമ്പോഴും ആ ഒരു കാര്യം വേണം. നമ്മളെപ്പോഴും ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബുദ്ധിമുട്ടുകൾ മാത്രമേ കാണുന്നുള്ളൂ. നമുക്ക് എത്ര ശ്രദ്ധിച്ചു നോക്കുമോ, ചില കുട്ടികൾക്ക് ഇത്ര പോലും എത്താൻ പറ്റില്ല. അപ്പം അത്രയും കഴിവുള്ളൊരു കുട്ടിയാണ് ദേവിക. എന്ന് വെച്ചാൽ എൻ്റെ കൂടെ പഠിച്ച ഒറ്റ ഫ്രണ്ട്സിനൊന്നും അറിയില്ല എൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട്. കാരണം എല്ലാവരും മുമ്പ് ഞാൻ ഇങ്ങനെ ചിരിച്ചു നിൽക്കും. കാരണം എനിക്കത് സഹതാപം വേണ്ട. കാരണം സഹതാപം എന്നുള്ളത് അത് മിസ്യൂസ് ചെയ്യുന്ന ഒരുപാട് പേര് കാണും. നമുക്ക് കിട്ടുന്ന സഹതാപം നമ്മളോട് പറയുന്ന രീതി
നമുക്കറിയില്ല. കാരണം ആടെ മനസ്സിൽ വേറൊന്നായിരിക്കും. അത് മിസ്യൂസ് ചെയ്യാൻ ഒരുപാട് പേരുണ്ടാവും എന്ന് ഉറപ്പുള്ളതുകൊണ്ട് തന്നെയാണ് ഞാൻ ആരോടും ഒന്നും പറയാതെ എല്ലാവരുടെ മുമ്പേ എൻ്റെ കൂടെ കോളേജിൽ പഠിച്ച പിള്ളേർക്ക് പോലും അറിയില്ല എനിക്കിങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ടെന്നുള്ള കാര്യം. അതിപ്പോൾ ഇത് ചാനലിൽ വരുമ്പോഴായിരിക്കും അവരൊക്കെ അറിയുന്നത്. എന്നാലും ഞാൻ പറയുന്നത് നമ്മൾ ട്യൂഷൻ എടുത്ത് പഠിപ്പിച്ച് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ റെസ്പെക്ട് ചെയ്യുക ചെയ്യുന്നത്. നമ്മൾ അങ്ങനെയുള്ളൊരു ക്വാളിറ്റി നമ്മുടെ കയ്യിലുണ്ട്. അപ്പം അത് തന്നെ ആയിരിക്കണം ഇനി എനിക്ക് തോന്നുന്നത് മുന്നോട്ട് പോകുമ്പോഴും ഇനി ഇമോഷണൽ ആവണ്ട. കാരണം ഉണ്ടാവും. കാരണം എന്താണെന്ന് വെച്ചാൽ ചെറിയ കുട്ടിയാകുമ്പോൾ തൊട്ടിട്ടുള്ള ഒരു അച്ഛൻ്റെ ഒരു ഇത് അതൊക്കെ ഓക്കെ. പക്ഷെ എന്നിരുന്നാലും ഞാൻ പറയുന്നത് വളരെ കഴിവുള്ളൊരു കുട്ടിയാണ് ദേവി. അത് മാത്രം ആലോചിച്ചാൽ എന്ത് പ്രശ്നം വരുമ്പോഴും ഞാൻ എങ്ങനെ ഇത്രയും പ്രശ്നങ്ങൾ നമുക്ക് ആ ഒരു വിഷമം പിന്നെ തോന്നാറില്ലല്ലോ. മുമ്പ് അനുഭവിക്കുന്ന ആ ഒരു ടെൻഷൻ ഇപ്പം ആലോചിക്കുമ്പോൾ തോന്നുമോ? ഇല്ലല്ലോ. അത്രയേ ഉള്ളൂ. നമ്മൾ ഓരോ സമയത്തും അത് മുന്നോട്ട് പോകുന്തോറും നമുക്ക് ആ ഒരു പ്രശ്നം അത് സോൾവ് ആയിട്ട് പോകും. കുറച്ചും കൂടി കോൺഫിഡൻസ് ആയിട്ട് എനിക്ക് തോന്നുന്നു ഒന്നും കൂടി നല്ലൊരു രീതിയിൽ എത്താൻ പറ്റും. കാരണം ഇത്രയും ഒരു സിറ്റുവേഷനിൽ ഇരുന്നിട്ടും ഇങ്ങനെ പഠിച്ച് ഇതുവരെ എത്താൻ പറ്റിയെങ്കിൽ തീർച്ചയായിട്ടും സാധിക്കാൻ പറ്റും. ആ ഒരു ഇതിലേക്ക് എത്തും. ഹരിഹരൻ നായരും സുജയും ഹരിഹരൻ നായരുടെ മകള് ദേവികയും ഒക്കെ സംസാരിച്ചൊരു തീരുമാനത്തിലെത്തിയിട്ടുണ്ട്. അതെന്താണെന്ന് നോക്കാം. ഇരുകക്ഷികളും തമ്മിലുള്ള തർക്കങ്ങൾ താഴെ വിവരിക്കുന്ന വ്യവസ്ഥകൾ പ്രകാരം തീർപ്പാക്കിയിരിക്കുന്നു. പിതാവ് ഹരിഹരൻ നായർ മകൾ ദേവികയ്ക്ക് പ്രതിമാസം 2000 രൂപ മെയിൻ്റനൻസ് അലവൻസ് ഇന്നു മുതൽ എല്ലാ മാസവും 10-ാം തീയതിക്ക് മുമ്പായി നൽകാമെന്ന് സമ്മതിച്ചിരിക്കുന്നു. ദേവികയ്ക്ക് അനുവദിച്ച് കിട്ടിയിട്ടുള്ള മെയിൻ്റനൻസ് അലവൻസിന്റെ കുടിശ്ശിക തുക ഈടാക്കി എടുക്കുന്നതിലേക്ക് ബന്ധപ്പെട്ട കോടതിയിൽ വിധി നടത്തു ഹർജി ദേവിക ഫയൽ ചെയ്യുന്നതാണ്. ദേവികയ്ക്ക് മാരേജ് എക്സ്പെൻസിനു വേണ്ടി വരുന്ന തുക പിതാവ് ഹരിഹരൻ നായരിൽ നിന്നും ഈടാക്കി എടുക്കുന്നതിലേക്ക് ദേവിക തിരുവല്ല ഫാമിലി കോടതിയിൽ ഹർജി ഫയൽ ചെയ്യുന്നതാണ്. എന്തായാലും കാര്യങ്ങളൊക്കെ സംസാരിച്ചു. ഈ കഥയിൽ വില്ലനും ഹീറോയും സഹനടനും കൊമേഡിയനും ഒക്കെ ഹരിഹരൻ നായരാണ്. അതുകൊണ്ട് നമുക്ക് മറ്റാരെയും ഒന്നും കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. ഇനി അദ്ദേഹത്തെയും കുറ്റപ്പെടുത്തുന്നില്ല. അദ്ദേഹത്തിന് സംഭവിച്ചു പോയ കാര്യങ്ങളൊക്കെ പറഞ്ഞു. തന്നാൽ കഴിയുന്ന ഒരു തുക മകൾക്ക് കൊടുക്കാൻ തയ്യാറായിട്ടുണ്ട്. പിന്നെ മനസ്സറിഞ്ഞ് എൻ്റെ കുട്ടിക്ക് വേണ്ടി ഞാൻ ചെയ്യും എന്ന് പറഞ്ഞിട്ടുണ്ട്. നന്നായിട്ട് പഠിച്ച് സ്വയം ആത്മവിശ്വാസത്തോടുകൂടി പഠിക്കുകയും പഠിച്ച് ട്യൂഷൻ എടുത്ത് അമ്മയെ ബുദ്ധിമുട്ടിക്കാതെ ഇത്രയും കാലം വന്ന ദേവിക്ക് തീർച്ചയായിട്ടും ഇനി അങ്ങോട്ടുള്ള ഭാവിയിൽ ഒറ്റയ്ക്ക് നിന്ന് ജീവിക്കാനും സ്വന്തം കാലിൽ നിന്ന് ജീവിക്കാനും നല്ലൊരു ഫ്യൂച്ചറും ഉണ്ടാകട്ടെ എന്നാണ് പാനലിനും ഞങ്ങൾക്ക് എല്ലാവർക്കും ആശംസിക്കാനുള്ളത്. എന്തായാലും ദേവികയുടെ അച്ഛൻ മാസം 2000 രൂപ തൽക്കാലം അതേ എനിക്ക് കൊടുക്കാൻ നിവൃത്തിയുള്ളൂ എന്ന് പറഞ്ഞു. സ്നേഹപൂർവ്വം സന്തോഷപൂർവ്വം അത് ദേവിക സ്വീകരിച്ചു. എങ്കിലും ദേവികയുടെ പഠന ചെലവിനും മറ്റ് കാര്യങ്ങൾക്കുമായിട്ട് കുറച്ച് പണം ആവശ്യമുണ്ട്. അത് ഉടനെ തന്നെ വേണമെന്ന് താനും. അങ്ങനെ ഞാനും കൈരളി ചാനലും ചേർന്ന് ഞങ്ങളാൽ കഴിയുന്ന ഒരു തൽക്കാലം ഒരു ചെറിയ തുക ദേവിക്ക് കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. നല്ല മനസ്സുള്ള നിങ്ങളോട് ഞാൻ അഭ്യർത്ഥിക്കുന്നു. ദേവികയുടെ കഥകളൊക്കെ കേട്ടല്ലോ, നിങ്ങൾ കാര്യങ്ങളൊക്കെ കേട്ടു. പഠിക്കാനുള്ള ആവശ്യത്തിനാണ് പണം. തീർച്ചയായിട്ടും അതൊരു കുടുംബത്തിൻ്റെ വലിയൊരു താങ്ങും തണലുമായിട്ട് ആ കുട്ടിക്ക് നിൽക്കണം ഭാവിയിൽ. നിങ്ങൾക്ക് എന്തെങ്കിലും സഹായം ചെയ്യണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഈ അക്കൗണ്ട് നമ്പറിലേക്ക് പണം അയക്കുക. ദേവിക എസ് നായർ, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂർ, കോന്നി ബ്രാഞ്ച്. അക്കൗണ്ട് നമ്പർ 670115415450. IFSC കോഡ് SBTR 00000622 R000040. ദേവിക വരും. എന്തെങ്കിലും സംസാരിക്കാനുണ്ടോ? ഇല്ല, ഒരുപാട് നന്ദിയുണ്ട്. കൂടുതലൊന്നും പറയാനില്ല. അത്രയേ ഉള്ളൂ. അപ്പം സന്തോഷമായിട്ട് കോളേജിൽ നിന്ന് സർട്ടിഫിക്കറ്റ് ഒക്കെ വാങ്ങിക്കുക. പഠിച്ചുകൊണ്ട് ജോലി ഇവിടെ ചെയ്യാനൊക്കെ നോക്കുക. കാരണം ട്യൂഷൻ പഠിക്കുകയും ട്യൂഷൻ പഠിപ്പിക്കുകയും ചെയ്യുന്ന ആളായതുകൊണ്ട് എക്സ്പീരിയൻസ് ഉണ്ട്. അങ്ങനെ ആവട്ടെ. എല്ലാ ആശംസകളും. നമസ്കാരം.